കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉത്സവ ഘോഷയാത്രയ്ക്കിടെ നടപ്പാലം തകർന്ന് 8 പേർക്ക് പരിക്ക്. പൂച്യമോഗുരുവിലെ ദിവ്യഭണ്ഡാര ഘോഷയാത്രയ്ക്കിടെയാണ് അപകടം. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, കാണുമ്പോൾ തന്നെ അറിയാം അത് കല്ലുകൾ കൊണ്ടുള്ള ഒരു നടപ്പാലമാണ്. സ്വാഭാവികമായും അതിനടിയിൽ പെട്ടവർക്ക് വളരെ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടാവും. ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ പാലം സ്ഥിരമായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലം തന്നെയാണോ? ശ്രീജയ്, സ്ഥിരം ആളുകൾ നടപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നടപ്പാലം തന്നെയാണത്. ഇതിലൂടെയാണ് ഈ ദിവ്യഭണ്ഡാര ഘോഷയാത്ര കടന്നുപോയത്. മൂടബിദ്രിക്ക് സമീപത്തുള്ള പൂച്ചമോഗുരു എന്ന് പറയുന്ന ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഘോഷയാത്രയാണ്. ഇത് കടന്നു പോകുന്നതിനിടയിൽ ഈ നടപ്പാലം പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ടായിരുന്ന വാദ്യക്കാരും അതുപോലെ തന്നെ ആ പല്ലക്ക്, അതായത് വിഗ്രഹം വെച്ചിരുന്ന പല്ലക്ക് പിടിച്ചിരുന്ന ആളുകളും താഴേക്ക് വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണിത്. ആ വെട്ടുകല്ലുകൾ കൂടിയാണ് ആളുകൾ താഴേക്ക് പോയത്. അതായത് ഒരു തോടിന് കുറുകെയുള്ള പാലമാണ്. തുടർന്ന് ഇവരുടെ ദേഹത്തേക്ക് ഈ കല്ലും കൂടി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഏതായാലും 8 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഉടൻ തന്നെ ഇവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക്, സമീപത്തുള്ള ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും സംഭവത്തിൽ ഈ കുറച്ച് പഴക്കമുള്ള പാലമാണ് എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരൊക്കെ അറിയിക്കുന്നത്. ഇതിനു മുൻപ് അങ്ങനെ ഒരു ബലക്ഷയം ഉള്ളതായിട്ട് നാട്ടുകാർക്കൊന്നും അത്തരത്തിലുള്ള ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പാലം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്നാണ് ഇങ്ങനെ ഒരു വലിയ അപകടമുണ്ടായത്. ആർക്കും ജീവഹാനിയൊന്നും ഉണ്ടാകുന്നത് ഭാഗ്യം എന്ന് മാത്രമേ ഇതിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാനാകൂ. തോട്ടിൽ അതുപോലെ വെള്ളമില്ലാത്തതും, കടുത്ത വേനലായതിനാൽ തോട്ടിൽ വെള്ളമില്ലാത്തതും ഈ അപകടത്തിന്റെ ഒരു ആഘാതം കുറച്ചിട്ടുണ്ട്. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയ. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ആ കല്ലുകൾ നേരെ അവരുടെ ശരീരത്തിലേക്കാണ് വീഴുന്നത്. പിറകിലാണെങ്കിൽ ഒരു വലിയ നിര ആളുകൾ വരുന്നുമുണ്ട്. ഇത് ഈ ഭണ്ഡാര ഘോഷയാത്ര അത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അവരാണ് അതിനിടയിൽ പെട്ടത്. ആ നിരനിരയായി വരുന്ന 8 പേർ അതിനടിയിൽ പെടുകയായിരുന്നു.